സാധാരണയായിട്ട് നടുവേദനയുള്ള പല പേഷ്യൻസും വന്നിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഭയങ്കര നടുവേദനയാണ്, ഒരു രക്ഷയില്ല, ഞാൻ സ്കാൻ ചെയ്തു, ഞാൻ 1-2 ആൾക്കാരെ കാണിച്ചു, അവരൊക്കെ പറഞ്ഞത് ഡിസ്ക് ബൾജാണ്, ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ രോഗിക്ക് സംഭവിക്കുന്നത് ഒന്ന് വേദന, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള വേദന വന്നു. ഈ വേദന വന്നതോട് കൂടിയിട്ട് MRI എടുത്തു. MRIയിൽ ഡിസ്ക് കാണിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വഴി കൂടെ പോകുന്ന ആരെങ്കിലും ഒരാളെ പിടിച്ച് നടുവേദനയുള്ള ഇല്ലാത്തൊരാളെ കൊണ്ടിട്ട് നമ്മൾ MRI എടുത്താലും അയാൾക്ക് ഡിസ്കിൻ്റെ തള്ളിച്ച ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡിസ്ക് ആസിറ്റീസ് തള്ളി വന്നതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് സർജറി വേണ്ട ഒരു കണ്ടീഷനൊന്നുമില്ല. ഇതിന് കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട്. ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അതിൽ ഒന്നാണ് പനി, അതോടുകൂടിയുള്ള ഭാരം കുറയില്ല, ഒരുപാട് നമ്മുടെ ബോഡി വെയിറ്റ് കുറയുക, ശരീരത്തിലെ തണ്ടലിൻ്റെ അവിടെ നിന്ന് കാലുമിലേക്ക് സ്ഥിരമായിട്ട് കടഞ്ഞ് വേദന ഇറങ്ങി വരിക, അതുപോലെ തരിപ്പ്, ഇത് രണ്ടും കൂടി വരിക. നമ്മൾ കാല് നിലത്ത് കുത്തുമ്പോൾ ഒരു നിലയ്ക്കും ചവിട്ട് ശരിയാവാതിരിക്കുക, കാലിൻ്റെ അടിയിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക, ഇതൊക്കെ പലർക്കും കാണാം, ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കാണാം. പക്ഷേ അത് ഡിസ്കിൻ്റെ പ്രശ്നം ഉള്ള സമയത്ത് ഒരുമിച്ച് ഇതിൻ്റെ കൂടെ കാണുകയാണ്, മാത്രമല്ല മരുന്നുകളോടോ മറ്റ് ചികിത്സകളോടോ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു പോയിന്റ്, മലമൂത്ര വിസർജനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. നമുക്ക് ആ സെൻസേഷൻ തന്നെ കിട്ടാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ അറിയണില്ല യൂറിൻ പോകുന്നതോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. ഇതൊക്കെയാണ് റെഡ് ഫ്ലാഗ് സയൻസ്. അതല്ലാതെ നമ്മൾ നടുവേദന കാണുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് നേരെ പോയിട്ട് സർജറിക്ക് കീഴടങ്ങേണ്ട കാര്യം ഇല്ല എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ്, NEJM, സ്പോർട്സ് ട്രയൽസ്, ലാൻസെറ്റ് സ്റ്റഡീസ്, ഇതൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലാണ്. അപ്പോൾ വേദന കാണുമ്പോൾ ചാടിക്കയറി നമ്മൾ സർജറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഒരുപാട് നോൺ സർജിക്കൽ പിരമിഡ് എന്ന് പറയും നമ്മൾ, അതിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, മെഡിക്കേഷൻസ്, ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും മേലെ പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അംശമാണ് സർജറി. അവിടേക്ക് എത്താതെ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ, തുടക്കത്തിൽ പിടിച്ചെടുത്ത് അതിന്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇതിനേക്കാളും ക്രൂഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു 35 വയസ്സുള്ളൊരു യുവാവ്, നല്ല ആക്റ്റീവായിട്ടുള്ള യുവാവ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളു, പുള്ളിയുടെ കാൽമുട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ട് വന്നു? അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണോ? നിങ്ങൾക്കത് വരാൻ സാധ്യത ഉണ്ടോ? അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.